ചേട്ടാ, ഇടുക്കിയെ മിടുക്കിയാക്കുന്നത് ആരാണ്? അതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ദിശയിൽ ചിന്തിക്കേണ്ട ഇടുക്കി മണ്ഡലത്തിലെ പറ്റിയിട്ടുള്ള ഒരു ധാരണയിൽ 3 മുന്നണികളിൽ നിന്നും സ്ഥാനാർത്ഥികളുണ്ട് അവിടെ. റോഷി അഗസ്റ്റിൻ, UDFന്റെ റോയ് കെ പൗലോസ്, ഇരു മുന്നണികളുടെയും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ. ഇനി ഇടുക്കി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ഇല്ലെന്നല്ല, NDA സ്ഥാനാർത്ഥിയുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇടുക്കി എന്ന് പറയുന്നത് UDFനോടൊപ്പം നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. UDFന്റെ തട്ടകമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് ഇടുക്കി. ആ ഒരു ഇടുക്കിയിൽ ഇക്കുറി കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ലോക്സഭയും തദ്ദേശവും ഒക്കെ കഴിഞ്ഞ് നിയമസഭയെ നേരിടുകയാണ്. പൊതുവെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ അലയടിക്കുന്നുണ്ട്. UDFന്റെ തട്ടകമായിട്ടുള്ളൊരു മണ്ഡലമാണ്. നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് പലപ്പോഴും ഇടത് ഇടങ്ങൾക്ക് അവിടെ ഒരു ജയം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ എന്തായിരിക്കാം, ആരായിരിക്കും ഇടുക്കിയിൽ ആ ഒരു വൻ ഭൂരിപക്ഷത്തിൽ ജയം സാധ്യമാക്കാൻ പോകുന്നത്? ഇടുക്കിയിൽ ഇത്തവണ റോഷി അഗസ്റ്റിന് വളരെ ഈസി അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും അതിനെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ മന്ത്രിയാണ്. 2021 ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹം മന്ത്രിയാകും എന്നുള്ളത്. അതായത് റോഷി അഗസ്റ്റിനെ കണ്ടെത്തുന്നത് KM മാണിയാണ്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഏതാണ്ട് നടത്തയിലും ഇരിപ്പിലും വാക്കിലും നോക്കിലും ഒക്കെ ഒരു KM മാണി ടച്ച് അറിയാതെ റോഷി അഗസ്റ്റിനിൽ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും റോഷി അഗസ്റ്റിനെ അടുത്തുനിന്ന് കാണുന്നവരും. കാര്യം മാണി സാർ എങ്ങനെയാണ് പെരുമാറുന്നത്? മാണി സാർ ഇങ്ങനെ ഒരാളെ ചേർത്ത് നിർത്തിയാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെയാണ് മാണി സാർ പെരുമാറുന്നത്. അതേ ഒരു സ്റ്റൈലാണ് ജോസ് കെ മാണിക്ക്. അതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരല്പം ഒക്കെ എന്തോ അച്ഛൻ്റെ സ്വഭാവം ഉണ്ടാവും. പക്ഷേ മാണി സാർ ശരിക്കും തൻ്റെ പിൻഗാമിയായി റോഷി അഗസ്റ്റിനെ ആണോ കണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ പോലും അണികൾക്കിടയിൽ ഉണ്ടാകുന്ന രീതിയിലാണ് റോഷി അഗസ്റ്റിൻ്റെ പെരുമാറ്റം. അതായത് റോഷി അഗസ്റ്റിൻ ആദ്യം മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അന്ന് ഈ പറയുന്ന പോലെ ഇടുക്കിയിൽ അവർ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മാണി സാർ അന്ന് കൂടെയുണ്ട്. അതിനുശേഷം പിന്നെയും അദ്ദേഹം മത്സരിക്കുമ്പോൾ 2016 ഈ പറയുന്ന അവർ മുന്നണി മാറുന്നു. മുന്നണി മാറിയ ശേഷം LDFൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അതെ LDFൻ്റെ അല്ല UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ ലീഡ് ഉണ്ടായിരുന്നത് 15,000 ആയിരുന്നു. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ലീഡ് എന്ന് പറയുന്നത് 9,000 ആയി. പിന്നീട് അദ്ദേഹത്തിന്റെ ലീഡ് 5,550 5,500 ഒന്നായി. ഈ ലീഡിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണല്ലോ റോഷി അഗസ്റ്റിന്റെ ആ ഒരു വരവ്. അതെ, തീർച്ചയായിട്ടും റോഷി അഗസ്റ്റിന് വളരെ ഈസി അല്ല എന്ന കാര്യങ്ങൾ പറയാൻ കാരണം, റോഷി അഗസ്റ്റിനെ എതിരെ മത്സരിക്കുന്നത് പഴയ ഒരു കേരള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഈ റോയ് കെ പൗലോസാണ് മത്സരിക്കുന്നത്. അപ്പോൾ റോയ് കെ പൗലോസ് മത്സരിക്കുമ്പോഴത്തേക്ക് കൈപ്പത്തി ചിഹ്നത്തിനെതിരെയാണ് റോഷി അഗസ്റ്റിന് മത്സരിക്കേണ്ടി വരുന്നത്. അതൊരു വസ്തുത. 2, റോഷി അഗസ്റ്റിൻ മന്ത്രിയാകുമോ അല്ലെങ്കിൽ മന്ത്രിയായി വരുമോ അദ്ദേഹം പോലും സ്വപ്നത്തിൽ വിചാരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ, ഇത്തവണ ജോസ് കെ മാണിയെ അടർത്തിക്കൊണ്ടു പോകാനായി UDF പഠിച്ച പണി 18 നോക്കുമ്പോൾ ഈ റോഷി അഗസ്റ്റിനെ വെച്ചിട്ടാണ് CPM ജോസ് കെ മാണിയെ പോകണ്ട എന്ന് പറയുന്നൊരു തടയിടുന്നത്. ആ ബുദ്ധി പ്രയോഗിക്കുന്നത്, അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നത് റോഷി അഗസ്റ്റിനെ വെച്ചാണ്. അതായത് റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ജലസേചന മന്ത്രിയാണ്. ജലസേചന വകുപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി വകുപ്പിൻ്റെ മന്ത്രിയാണ്. അവിടെയാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി കോമ്പൗണ്ടിനകത്ത് പാട്ടത്തിന് ഭൂമി മാണി സാറിൻ്റെ പേരിൽ, KM മാണി സാറിൻ്റെ പേരിൽ ഒരു അനുസ്മരണ ഒരു കെട്ടിടം മാണി സാറിനെ ഓർമ്മയ്ക്ക് അവരുടെ പാർട്ടി ഓഫീസ് അവരുടെ പാർട്ടി നിർമ്മിക്കുന്ന കെട്ടിടം സർക്കാരിൻ്റെ ഭൂമിയിൽ, പാട്ടത്തിന് അനുവദിക്കുന്ന ഭൂമിയിൽ കെട്ടാനായുള്ള അനുവാദം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. കാര്യം ഈ മാണി സാർ മരിച്ച ശേഷം ഇന്ന് വരെ, അതായത് UDFനൊപ്പവും ജോസ് കെ മാണി നിന്നു, അതിനുശേഷം ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അങ്ങനെ സ്വന്തം പിതാവിൻ്റെ പേരിൽ ഒരു സ്ഥലം അനുവദിച്ച് കിട്ടുകയോ, പിതാവിനെ ഒരു സ്മാരകം പണിയാൻ ഒരു സ്ഥലം അനുവദിച്ച് കിട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന സന്ദർഭത്തിലാണ് വെള്ളയമ്പലത്ത് ഇവർ ഇടപെട്ട് ഈ പറയുന്ന റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ച് CPMൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അത് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ബാക്കി പണികളൊക്കെ തന്നെ റോഷി അഗസ്റ്റിനാണ് ജോസ് കെ മാണി പോകാതിരിക്കാനായി ചെയ്യുന്നത്. അവിടെയാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയേക്കാളും ഒരു പടി മുന്നിലേക്ക് വന്നത് എന്നുള്ളത്. ഇപ്പം ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുന്നതിൻ്റെ കാരണവും
ഈ പറയുന്ന പോലെ റോഷി അഗസ്റ്റിനാണ്. ഒരു വേദിയിൽ സംസാരിക്കാനിരിക്കുമ്പോൾ പാലായിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ സംശയം? റോഷി അഗസ്റ്റിനെ ഉറപ്പിക്കുന്നത് മത്സരിക്കുമെന്ന്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ റോഷി അഗസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആ ഒരു പ്രതീതിയാണ് റോഷി അഗസ്റ്റിൻ. ഇപ്പോൾ സിറ്റിംഗ് MLA ആയിരുന്നു, അതിനുശേഷം വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോഴുള്ള ഭൂരിപക്ഷം കുറയുന്നുണ്ടെങ്കിലും അയാൾ ജയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റോഷി അഗസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗണേഷ് കുമാറിനെ പോലെ ഒരാൾ, അത് മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ നിരന്തരം ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് റോഷി അഗസ്റ്റിന്റെ പേര് വരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രൗഢി അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇപ്പോൾ റോഷി അഗസ്റ്റിന്റെ പേരിലില്ല. അതാണ് മറ്റൊരു സത്യാവസ്ഥ. അയാൾ വന്നുപോയ കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ റോഷിയുടെ പ്രൗഢി അവസാനിച്ച് പോയൊരു കാലഘട്ടം കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കി എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നമ്മുടെ ലോക്സഭയുടെ ഭൂരിപക്ഷം നോക്കൂ, ഇതിനു മുൻപുള്ള ലോക്സഭയെക്കാട്ടിലും വമ്പൻ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിന് അവിടെ കിട്ടുകയുണ്ടായി. അതിനുശേഷം ഈ തദ്ദേശം എടുക്കുമ്പോഴും കോൺഗ്രസിന്റെ ഒരു തേരോട്ടം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇടുക്കിയിൽ BJP വോട്ടുകൾ ഇല്ലെന്ന് ചോദിച്ചാൽ അവിടെ BJPക്കും ഷെയർ വന്നിട്ടുണ്ട്, BJP വോട്ടുകൾ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് റോഷി അഗസ്റ്റിന്റെ ഒരു ഗതി? ഏത് രീതിയിലായിരിക്കും ഇടുക്കിയിൽ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കാം ബാക്കി മുന്നണികളിലേക്കും ഈ ഭൂരിപക്ഷം പങ്കിട്ടു പോകുന്നത്? അതിനെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ആൻറ്റി ഇൻകംപൻസി വളരെയധികം ഉള്ള കാര്യം. 2 ടേം ഭരണം, മന്ത്രിയായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു കുറവ്, ഒരു വിഷയമൊക്കെ അവിടെ മണ്ഡലത്തിലുടനീളം ഉണ്ടാകും. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു ജയിച്ചു വന്ന ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ലീഡ് കുറഞ്ഞു വരികയാണ്. മന്ത്രിയായിരുന്നു, ഒരു മന്ത്രിയാണ്, ഭരണത്തിലിരുന്നപ്പോൾ MLA ആയിരുന്ന പോലുള്ള കാര്യം ഇടുക്കിക്കാർക്ക് നമ്മൾ പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യം, ഇടുക്കിക്കാർക്ക് ഏതെങ്കിലും മരുന്ന് അവിടെ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ റോഷി അഗസ്റ്റിൻ തിരുവനന്തപുരത്ത് നിന്ന് മണ്ഡലത്തിലേക്ക് വരുന്ന കൂട്ടത്തിൽ അവിടെ തൻ്റെ സമ്മതിദാനം തനിക്ക് വേണ്ടി ഇടുക്കിക്കാർ പറഞ്ഞ ആരാണോ പറഞ്ഞ അവർക്ക് വേണ്ടി മരുന്ന് വരെ വാങ്ങിക്കൊണ്ട് കൊടുത്തൊരു ചരിത്രമുള്ള ഒരു MLA ആണ്. അപ്പോൾ അങ്ങനെ കണ്ട് അത്രത്തോളം ജനങ്ങളോട് അടുത്ത് നിന്ന. പക്ഷേ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും പറയുന്നത് വെറുതെ ചേർത്ത് നിർത്തി സംസാരിക്കുന്നതല്ലാതെ ഒന്നും റോഷി അഗസ്റ്റിന് ചെയ്യുന്നില്ല എന്നൊരു പരാതിയും കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, റോയി കെ പൗലോസാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട്. ഇടുക്കി എന്ന് പറയുന്നത് ഇപ്പോൾ ആതിര പറഞ്ഞ പോലെ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെ മത്സരിച്ചിരിക്കുന്നത് ആരാണ്? റോയി കെ പൗലോസ്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന റോയി കെ പൗലോസാണ്. റോയി കെ പൗലോസ് മത്സരിക്കുമ്പോൾ കൈപ്പത്ത് ചിഹ്നത്തിനെതിരെയാണ് മത്സരിക്കുന്നത്. ഇടുക്കിയുടെ പൊതുവേ ഉള്ള സ്വഭാവം അറിയാമല്ലോ. അവിടെ ആകെ ഉള്ളത് 5 സീറ്റാണ്. ഈ ആകെ ഉള്ളതിൽ 5 സീറ്റിൽ 4 സീറ്റും ജോസ് കെ മാണി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജോസ് കെ മാണി LDF അംഗം പോലും ആയിരുന്നില്ല, അസോസിയേറ്റ് മാത്രമായിരുന്നു. അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ പോലും 4 സീറ്റ് വരെ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അത് പിണറായി വിജയൻ ആ മുന്നണിക്ക് ഇപ്പോൾ ഇവർ ഭരണത്തിൽ കയറി ഇപ്പോൾ ഇത്രയും സീറ്റ് കിട്ടിയത് LDF കിട്ടിയ ഒരു വലിയ ഘടകമുണ്ടത്. അതുകൊണ്ട് ജോസ് കെ മാണി അങ്ങനെ ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. കാര്യം ഒരു സമയത്ത് എനിക്കറിയാം, അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിക്കുന്നവർക്കറിയാം, ഈ ജോസഫ് ഗ്രൂപ്പ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ആരുടെ കൂടെ? മാണിസാറിനോട്. മാണിസാറിന്റെ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ ഒരുമിച്ചാകുന്നതിന് മുമ്പ് ജോസഫ് പിണങ്ങി LDFനൊപ്പം ഉണ്ടായിരുന്നു. നയനാർ മന്ത്രിസഭയിൽ ജോസഫ് ഉണ്ടായിരുന്നു. ജോസഫ് നീണ്ട കാലം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ ബാന്ധവം ഉപേക്ഷിച്ചാണ് ഈ പറയുന്ന മാണി സാറിനോടൊപ്പം പോയത്. ഇപ്പോൾ ഇവരെ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ്സിലെ ഒരു പാർട്ടിയെ ഒരു ഈക്കിൽ കഷ്ടമായിരുന്നാലും കൂടെ നിർത്തേണ്ടത് LDFന്റെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് കൃത്യമായി ഇടുക്കി, കോട്ടയം, അതല്ലാതെ ഇവർക്ക് കിട്ടില്ല. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ജയിച്ചില്ലേ? എന്തുകൊണ്ടാണ്? അവിടുത്തെ ക്രൈസ്തവ വോട്ടൊന്നും അങ്ങനെ അരിവാൾ ചുറ്റുവട്ടത്തിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ റോഷി അഗസ്റ്റിൻ ജയിക്കേണ്ടത് റോഷി അഗസ്റ്റിൻ്റെ മാത്രം ആവശ്യമല്ല, പിണറായി വിജയൻ അല്ലെങ്കിൽ LDF, MV ഗോവിന്ദൻ അവർക്ക് കൂടെ അവരുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല. കൈപ്പത്തിക്കെതിരെയാണ് മത്സരിക്കുന്നത്. കൂടാതെ ജോയി വെട്ടിക്കുഴി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അവതാരവും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, മറ്റൊരു ആൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ജോയി വെട്ടിക്കുഴി എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ പറയുന്ന പോലെ മാണിസാറിനൊപ്പം തന്നെ നിന്ന ആളാണ്. ഈ റോയി കെ പൗലോസും മാണിസാറിനോടൊപ്പം നിന്നതാണ്. റോഷി അഗസ്റ്റിന് ഇടുക്കി കൊടുത്തപ്പോഴാണ് പിണങ്ങി റോയി കെ പൗലോസ് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിലേക്ക് പോയത്. അപ്പോൾ കൈപ്പത്തിക്കെതിരെ 2 ചിഹ്നം റോഷി അഗസ്റ്റിൻ മത്സരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ. കാര്യം എന്തായാലും ഇടുക്കിയിൽ നല്ല ശക്തമായ പോരാട്ടമായിരിക്കും. അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ സേഫ് സീറ്റ് ആണെന്ന് നമുക്ക് ഇടുക്കിയിൽ പറയാൻ പറ്റില്ല. ഇടുക്കിയിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാകും. അതേപോലെ ഭൂരിപക്ഷം, എത്രത്തോളം ഭൂരിപക്ഷം പിടിക്കാൻ പറ്റും, ഇതെല്ലാം നിരീക്ഷിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇടുക്കിയിലെ ഉള്ള അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത്.